2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരുവ് പ്രക്ഷോഭത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നു അഭിജിത്ത് ദീപ്കെ. ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ ജനകീയ പോരാട്ടങ്ങളിലേക്ക് ജനസാഗരത്തെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളൊരുക്കിയ സ്ട്രാറ്റജിസ്റ്റാണ് പാറ്റ സമരത്തിലെ നായകൻ CJP പാർട്ടി സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വേറിട്ട രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലൂടെ അഭിജിത്ത് നയിച്ച നീറ്റ് വിരുദ്ധ സമരം ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലാണ് കലാശിച്ചത്. നീറ്റ് ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും അടക്കം ഉന്നയിച്ച് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പാർട്ടികൾക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്റർനെറ്റിലൂടെയുള്ള പ്രചരണത്തെ രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ അഭിജിത്തിനെ പ്രാപ്തനാക്കിയത് ഈ പരിചയമായിരുന്നു. കേവലം 2 മാസം മാത്രം പ്രായമുള്ള CJP എന്ന പ്രസ്ഥാനത്തെ ഇന്ന് രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള കൂട്ടായ്മയാക്കി മാറ്റിയത് അഭിജിത്ത് ദീപ്കെ എന്ന 30-കാരൻ യുവാവാണ്. രാജ്യത്തെ ഭാവിയിലെ നേതാവായി ദീപ്കെ മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ പോരാടി നിന്ന ദീപ്കെയുടെയും സംഘത്തിന്റെയും സമരവീര്യം രാജ്യമാകെ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല പഞ്ചാബിലെയും ബീഹാറിലെയും കാശ്മീരിലെയും അടക്കം കർഷകരുടെയും വിവിധ ജനവിഭാഗങ്ങളുടെയും പിന്തുണയാർജിക്കാനും ദീപ്കെക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ജനിച്ച അഭിജിത്ത് ദീപ്കെ മാധ്യമ മേഖലയിലും പൊതുജന സമ്പർക്കത്തിലും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പൂനെയിൽ നിന്നാണ് അഭിജിത്ത് ജേർണലിസം ബിരുദം പൂർത്തിയാക്കിയത്. മീഡിയ എത്തിക്സ്, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലായിരുന്നു ശ്രദ്ധ. ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടി. ഡിജിറ്റൽ മാധ്യമങ്ങളും കമ്മ്യൂണിക്കേഷൻ തന്ത്രങ്ങളും പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ എങ്ങനെ സ്വാധീനിക്കൂ എന്നതിനെക്കുറിച്ച് അഭിജിത്ത് മനസ്സിലാക്കിയത് ഈ പഠന കാലയളവിലാണ്. ആരംഭത്തിൽ ഒരു ആക്ഷേപഹാസ്യ പ്രസ്ഥാനമായിരുന്നുവെങ്കിലും തൊഴിലില്ലായ്മയ്ക്കും വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകൾക്കുമെതിരെയുള്ള ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതികരണമായി പാറ്റകൾ മാറി. ഒരു ഇൻസ്റ്റഗ്രാം പേജും കോക്രോച്ച് മീമും കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ വിറപ്പിച്ച സോഷ്യൽ മീഡിയയിൽ 5 ദിവസം കൊണ്ട് 20 മില്യണിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ നിർണായകമാവുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ യുവാക്കൾ കാലങ്ങളായി അനുഭവിക്കുന്ന അസംതൃപ്തിയാണ് CJP തരംഗമാകാൻ പ്രധാന കാരണമെന്ന് അഭിജിത്ത് പറയുന്നു. ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഇന്ത്യയിൽ ഭൂരിഭാഗം തൊഴിൽ രഹിതരാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾ യുവാക്കളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയിലേക്ക് മാറ്റേണ്ടതുണ്ടെന്ന് അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. കഴിഞ്ഞ 10-12 വർഷമായി രാജ്യം കാണുന്നത് വിഭജന രാഷ്ട്രീയമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതുകൊണ്ട് മാത്രം സമരം അവസാനിക്കില്ല. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനുള്ള പുതിയ അജണ്ട തങ്ങൾ തയ്യാറാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവർത്തിച്ചുണ്ടാകുന്ന പരീക്ഷാ വിവാദങ്ങളിൽ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. തുടർച്ചയായ പിഴവുകൾ വരുത്തിയാൽ ഏതൊരു കമ്പനിയിൽ നിന്നും ജീവനക്കാരെ പുറത്താക്കാറുണ്ട്. എന്നാൽ ഇവിടെ സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ പേപ്പർ നിരന്തരം ചോരുകയാണ്. മന്ത്രി രാജിവെക്കാതെ സർക്കാർ തെറ്റുകൾ സമ്മതിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കും? ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഇനിയും എത്ര കാലം പാകിസ്ഥാനികളെന്ന് വിളിക്കുമെന്നും അഭിജിത്ത് ദീപ്കെ ചോദിച്ചിരുന്നു. ഭരണകക്ഷിയുടെ IT സെൽ ആളുകൾ മാത്രമാണോ ഇന്ത്യക്കാർ? നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഉണ്ടായതുപോലുള്ള അക്രമാസക്തമായ യുവജന പ്രക്ഷോഭങ്ങളുമായി തങ്ങളുടെ പ്രസ്ഥാനത്തെ താരതമ്യം ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.